ഞാൻ ഇവിടെ എന്താ ഇവിടെ ഇരിക്കണ്? ഞാൻ വെറുതെ അങ്ങനെ എന്തേ? അല്ലടോ, പരിപാടി ഒന്നും ഇല്ലേ? പരിപാടി ഉണ്ടപ്പോ ഇരുത്തിരിക്കോ. എനിക്കെന്തെങ്കിലും പരിപാടി അറിയാണ്ടല്ലേ ഉറപ്പ്? അനക്ക് എന്ത് പരിപാടിയാ അറിയാലേ? എന്ത് പരിപാടി എൻ്റെ ഒക്കെ ഉള്ളത്? ഇന്റെ അടുത്ത് വയറിങ്ങിന്റെ പണിയുണ്ട്. അതിന് ചോറ് കുത്തിപ്പൊളിച്ചാ എനിക്ക് വെക്കോ? അതൊക്കെ അധ്വാനിച്ചണ പണിയല്ലേ, അതിനും നമുക്ക് എന്തെങ്കിലും തരികിട പരിപാടി ഉണ്ട്. ഇപ്പൊ തൽക്കാലം ഇന്റെ അടുത്ത് അങ്ങനത്തെ തരികിട പരിപാടി ഒന്നും ഇല്ലട്ടാ. ഞാൻ ഉണ്ടാവുമ്പോ പറയണ്ട്. ഇതൊന്നും നന്നാവൂല. ഇപ്പോഴും ഈ ഉടായ്പ നോക്കി നടക്കണല്ലേ. എവിടക്കപ്പോ? ഞാൻ വെറുതെ എന്തേ കുഞ്ഞുവാക്ക ഒരു കൊരൊക്കെ? അതിപ്പോ വയസ്സും പ്രായമൊക്കെ ആയില്ലേ, ഇനിയിപ്പോ വെച്ചാ. അല്ല, ആശുപത്രിക്കൊന്നും പോയി നോക്കിയില്ലേ? പോയിട്ടില്ല. ആരാ എന്നെ കൊണ്ടുനടക്കാനുള്ള ആൾക്കാര്? നിങ്ങക്ക് ആരും ഇല്ലല്ലോ. അതും ശരിയാണ്. തേടി വെള്ളി കാലിച്ചിട്ടല്ലോ. ഈ തന്തക്കാണെങ്കിൽ ആരും ഇല്ലേനും കൊറേ സ്വത്തും മുതലുണ്ട്. അത് വല്ലെങ്കിലെങ്കിലും കൈക്കലാക്കാൻ പറ്റുമോ നോക്കാം. അതിന് കുഞ്ഞുവാക്ക നിങ്ങൾ എന്തിനാ ബേജാറാണ്? ഞമ്മളില്ലപ്പെടെ. നിങ്ങക്ക് വേണ്ടതൊക്കെ എന്താ ചെയ്യ ഞാൻ ചെയ്തുതരാന്ന്. എന്റെ കുട്ടീനെ കൊണ്ട് അതൊക്കെ സാധിക്കും. എന്നെ കൊണ്ട് സാധിക്കാതെ നിങ്ങൾക്ക് എന്താ വേണ്ടി ചെയ്യും പറഞ്ഞോളി, നമ്മൾ ചെയ്തുതരാം. നിങ്ങൾക്ക് എന്ത് എപ്പോ ആവശ്യം വേണമെങ്കിലും എന്നെ വിളിച്ചോളി. ആയിക്കോട്ടെ. നീ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞോളി. ഇപ്പൊ നമുക്ക് എവിടെയും പോവേ എന്തെങ്കിലും വേണം, എന്തെങ്കിലും ചെയ്യണ അങ്ങനെ വല്ലതും ആവശ്യം ഉണ്ടാ? ആഗ്രഹമൊക്കെ ഉണ്ട്. ഇന്നെ കൊണ്ടുനടക്കുമ്പോ എന്നെ കൊണ്ട് സാധിക്കും. അതല്ലിപ്പോ ഞാൻ പറഞ്ഞത്. നിങ്ങൾ എന്താ പറഞ്ഞോളിന്ന്. കാളകൂട്ട് കാണാൻ കമ്പുണ്ട്. അതിന് ഇതിനെ കൊണ്ടുപോവാ കാളകൂട്ട് കാണാൻ. കാളൂട്ടോ? ഇന്റെ കയ്യിലേ ഒരു പൂട്ടുണ്ട്, കാളയ്യ. ഇത് പറ്റുമോ? അന്റെ പൂട്ട് എന്റെ ബാപ്പായ എന്റെ പൂട്ട് ആളെ കുപ്പിയിലാക്കാടാ. അതിനെ പറ്റി കൂടിക്കണേ. ഓ കാക്ക, ഞാൻ നിങ്ങളോട് തമാശ പറഞ്ഞല്ലേ. നിങ്ങളെ ഇപ്പൊ ഇത്ര കാര്യമാക്കണം. നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ആഗ്രഹം ഉണ്ടാ? നമുക്ക് വേറെ എന്തെങ്കിലും പോണെങ്കിൽ കാളൂട്ടൊക്കെ നമുക്ക് പിന്നെ പോവാം. എനിക്ക് ആഗ്രഹമുള്ളത് ഒരു 6 മണിപ്പാട്ട് കേൾക്കണം. അതിനെന്നെ കൊണ്ട് സാധിക്കുക. 6 മണിപ്പാട്ടോ? അതിനൊരു സ്ഥലമുണ്ട്. അത് നമുക്ക് പോവാം. അത് ഞാൻ പോവാം. അത് നമുക്ക് സാധിക്കാം. ഇന്ന് പോവാം. അതിനെ നമുക്ക് കുറുകത്താണെങ്കിൽ നമ്മളെ ബാവാക്കാൻ്റെ ഒക്കെ കെയറോപ്പുള്ള ഒരു ക്ലബ് ഉണ്ട്. നല്ല പാട്ടുകാരും നല്ല നല്ല പാട്ടുകാരും വന്നാണ് പാട്ട് കിട്ടുന്ന സ്ഥലമാണ്. അവൾക്ക് നമുക്ക് ഇന്ന് വൈകുന്നേരമാണ് പോവാ. എന്തേ? ഓക്കെ. പാട്ട് പോവല്ലേ? നിങ്ങൾ എന്തായിരുന്നു പോരെ? നേരെ എത്ര പോരാ? നിങ്ങൾക്ക് പാട്ട് ഇത്ര ഇഷ്ടാ? എങ്ങനെ പോരെ? എന്ത് ജാതി പാട്ടാണത് അത്? പിന്നെ നമ്മൾ കേട്ടിട്ടുണ്ട. പിന്നെ ഇനിയിപ്പോ നേരെ വെക്കാം. നമ്മള് പെരി പോവല്ലേ? നിങ്ങൾക്ക് എന്തെങ്കിലും വേണോ? എനിക്ക് ഇഞ്ഞൊന്നും വേണ്ട. എനിക്ക് കുറച്ച് പൊറാട്ട ഇറച്ചി മതി. ഇപ്പൊ പൊറാട്ട ഇറച്ചി വേണോ? എന്നായിക്കോട്ടെ. പിന്നെ പൊറാട്ട ഇറച്ചി അതൊക്കെ ഞാൻ ഈടാക്കിക്കൊണ്ട്. പിന്നെ നമ്മളേ അതിന് ചെങ്കട്ടിക്ക പോവാ. നല്ല പൊറാട്ടയും ബീഫും കിട്ടും. ആയിക്കോട്ടെ. എവിടേക്കത്തെ കുറിച്ചില്ലേ? പഴയ ഇഞ്ചിനകത്ത് ഇത്ര കണ്ടീഷൻ ഉണ്ടാവും. 4ാമത്തെ പൊറാട്ടയാണ്. അല്ലേ കാക്ക? പൈസ എടുത്ത നിങ്ങൾ? പൈസ അത് കുഴപ്പമില്ല. പൈസ ഇവിടെ ഉണ്ട്. പൈസ ഒക്കെ ഉണ്ടാക്കുന്നുണ്ട്. നിങ്ങൾ തിന്നോളി. അല്ല, രണ്ടാളും വന്ന് ആസ്താക്കുക. നല്ല പുള്ളിനേന് കിട്ടിയിക്കേണ്ടത്. പോട കൈതാവുന്നു. അപ്പോ നാസിൽ നിന്ന് പള്ളൊക്കെ ഫുള്ളായി. നമ്മൾ പെരി പോവല്ലേ? പിന്നെ ഞങ്ങളോടൊരു കാര്യം ചോദിക്കണം വെച്ചിട്ടാണ്. പിന്നെ നിങ്ങൾക്കിപ്പോൾ കുറേ സ്വത്തും മൂലമൊക്കെ ഉണ്ട്. നിങ്ങൾക്ക് മക്കളും ഇല്ല, കുട്ടികളും ഇല്ല, കുടുംബക്കാരും ആരും ഇല്ലല്ലോ.
അപ്പോൾ കുറച്ച് സ്വത്തുകൾ നമ്മളെ പേരിൽ എഴുതി തരുമോ? ഞങ്ങൾ നല്ല ഉഷാറാക്കി നോക്കിക്കൊണ്ട് മരിച്ചോളം നോക്കിക്കൊണ്ട് പറ്റുമോ? അതൊക്കെ മോനെ സ്വത്തൊക്കെ ഞാൻ പള്ളിക്ക് എഴുതി വെച്ചേക്കണുള്ള. പള്ളിയൊക്കെ എഴുതിയൊക്കെ ഇതിനിപ്പോൾ ഈ പാണ്ടാറം തന്ത്രം ഞാൻ കൊണ്ടുവരുന്നത് എന്താ ചെയ്യാം? കാക്കാ നിങ്ങൾ പിടക്കി ഞാൻ ഇപ്പോൾ വരട്ടാ, ഇവിടെ നോളി ഇപ്പോൾ വരട്ടാ. ഇത് പാട്ടാ, നമുക്ക് നാളെ പാട്ട് കേൾക്കാൻ പോകണം. ആ ഇപ്പോൾ വരാം. പാട്ടിനും ചെയ് നിങ്ങളെ പള്ളി കമ്മിറ്റി കൊണ്ടുപോയിക്കോളും, അവിടെ നിൽക്കി നിങ്ങൾ. ഈ നമുക്ക് എവിടെ പോയി കിടക്കണേ? നിനക്കാണെങ്കിൽ പോവാൻ ബസ്സിന് കായില്ല, കാര്യം കുടിക്കല്ല. കിടക്കാം. പഠിച്ചോനെ ഈ തന്ത പോത്തിന് ഇവിടെ എത്തിയ അല്ല ചോദിക്കാൻ ഇജ്ജ് ആ ചെക്കട്ടി കെട്ടി മാറിയാലെന്നെ അത് ഞാന് പിന്നെ ഒരു അതുമില്ല. ഉടായിപ്പിനെ വിളവ് പോരാ, അതിവളവ് വേണം. എനിക്ക് വളവേ ഉള്ളൂ, ഉടായിപ്പിന് അതിവളവ് വേണം. ഇത് നയിച്ചു ഞാൻ നോക്ക്. ഞാൻ സ്വത്തായ പേര് എഴുതിയില്ല. ഇത് വളവ് വെച്ചാൽ അൻപാട്ട് തന്നെയാണ്.